ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രോഷേ ചെയ്തിരിക്കുന്നത് ഒരു ടവൽ ഹാങ്ങറാണ്. നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ടവൽസൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹാങ്ങറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത്ര പണിയൊന്നുമില്ല. പിന്നെ സാധാരണ പോലെ ഒരു വൂളൻ യാനും ഒരു ഹൂക്കും പിന്നെ ഒരു സിസേഴ്സും പിന്നെ ഈ ഒരു ബട്ടണും കൂടി മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് ചെയിൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹോള് എത്ര വലിപ്പത്തിൽ വേണമെന്നില്ല, അതനുസരിച്ചിട്ട് ഇഷ്ടമുള്ള അത്ര ചെയിൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 41 ബേസ് ചെയിനാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് ഹോള് കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ കുറച്ചുകൂടി ബേസ് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് റൗണ്ടിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി ഈ എല്ലാ ചെയിനിലായിട്ട് ഈ റൗണ്ടിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ കൊടുക്കാം. സിംഗിൾ ക്രോഷേ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി വിട്ട് ഞാൻ കൊളുത്തി വലിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന 2 ലൂപ്പിലൂടെയും ഞാൻ പിന്നെ കൊളുത്തി വലിച്ച് പുറത്തേക്ക് എടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് ചെയ്യണം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷേ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സർക്കിൾ ഷേപ്പിൽ നമ്മൾ തുന്നിയെടുത്തു. ഇനി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് തുന്നേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ചസിൽ മാത്രം റെക്റ്റാങ്കിൾ ഷേപ്പിൽ തുന്നി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ യെല്ലോ കളർ നിർത്തിയിട്ട് ഈ ഒരു ബ്ലൂ കളറിൽ തുന്നി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് തുന്നിയെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ സെയിം കളറാണ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കളറിൽ തുന്നിയാൽ മതി. പിന്നെ ഇതൊരു ചെറിയ ഒരു ടവൽ ഹാങ്ങറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ ഷോളൊക്കെ ഹാങ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സർക്കിളും കുറച്ചുകൂടെ വലിപ്പത്തിൽ തുന്നിയെടുക്കാം. കുറേ കൂടി ബേസ് ചെയിൻ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ വലിപ്പത്തിൽ തുന്നിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ടവൽസൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഞാനിവിടെ 2 കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ തുന്നിയെടുക്കാം. അങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിനായിട്ട് ഞാൻ 12 റോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്കൊരു ബട്ടൺ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബട്ടൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഹോള് ഉണ്ടാക്കി കൊടുക്കണം. നെക്സ്റ്റ് അത് ചെയ്യാം. ബട്ടൺ ഹോള് ഫിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് തുന്നി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബട്ടൺ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം. ഇവിടെ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.